കൊറിയൻ അക്ഷരമാല എങ്ങനെ എളുപ്പത്തിൽ മെമ്മറൈസ് ചെയ്യാം എന്നാണ് വീഡിയോയിലോട്ട് പോവാം. കൊറിയൻ അക്ഷരമാല ഓരോ അക്ഷരത്തിനും പേരുണ്ട്. ഇത് സ്വരാക്ഷരങ്ങളാണ് കേട്ടോ. വ്യഞ്ജനാക്ഷരങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഗിയുക്. ഇതിങ്ങനെ 3 രീതിയിൽ നമുക്ക് എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഇനി ഈ അക്ഷരം നമുക്ക് കേഡ്രാമയിലൊക്കെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. ഇതാണ് ഗിയുക്. ഈ കാണുന്നതാണ് നിയൂൻ. നൂനി എന്നുള്ള വാക്കിലൊക്കെ ഉള്ളതില്ലേ, നിയൂൻ എന്നാണ് ആ അക്ഷരത്തിൻ്റെ പേര്. ഇങ്ങനെയാണ് എഴുതുക. 3 രീതികളുണ്ട്. ഈ അക്ഷരാണ് ദിഗുട്ട്. ദിഗുട്ട് ദേലത്തേക്ക് ദിഗുട്ട് എന്നാണ് അതിൻ്റെ പേര്. ഈ അക്ഷരത്തിൻ്റെ പേരാണ് ദിഗുട്ട്. ഈ കാണുന്നതാണ് റിയുൾ. റിയുൾ. അപ്പോൾ ഇത് ഒരു വാക്കിൽ ആദ്യമാണോ രണ്ടാമതായിട്ടാണോ വരുന്നതെന്നുള്ള പൊസിഷൻ അനുസരിച്ച് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ മാറും. രാ എന്നും ലാ എന്നും ഒരേ അക്ഷരമാണ് നമ്മൾ ഹങ്യൂൾ അക്ഷരമാലയിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേരാണ് റിയുൾ. ഈ കാണുന്ന അക്ഷരാണ് മിയും. മാ എന്നുള്ള ശബ്ദം വരുന്ന അക്ഷരാണിത്, മിയും. ഇതുപോലെ 3 രീതിയിൽ ഇത് എഴുതാൻ പറ്റും. ഈ കാണുന്ന അക്ഷരാണ് സിയോട്ട്. ഇത് 3 രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ ഇത് ബച്ചിമിലാണ് വരുന്നതെങ്കിൽ അതിനെ ട് എന്നുള്ള ശബ്ദത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. ബച്ചിം എന്ന് പറഞ്ഞാൽ ഹാങ്യൂൾ അക്ഷരങ്ങൾ നമ്മൾ എഴുതുന്നത് സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരം, അതിൻ്റെ താഴെ പിന്നെയും സ്വരാക്ഷരം, അങ്ങനെ എഴുതുമ്പോൾ ആ താഴെ എഴുതുമല്ലോ, അതിനാണ് നമ്മൾ ബച്ചിം എന്ന് പറയാം. അവിടെ വരുമ്പോൾ ഇതിന് ട് സൗണ്ടാണ്. ഇതിൻ്റെ പേരാണ് ഇയും. ഇതിന് പ്രത്യേകിച്ച് ശബ്ദങ്ങളൊന്നുമില്ല. ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ സ്വരാക്ഷരങ്ങൾ ഉപയോഗിക്കില്ലേ, ആ അങ്ങനത്തെ അക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ പ്ലേസ് ഹോൾഡറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇയും. ജിയുട്ട് നമ്മൾ ജലം എന്ന് ഉപയോഗിക്കില്ലേ മലയാളത്തിൽ, ആ അക്ഷരമാണ്. ചെഞ്ച റിയലി എന്ന് ഉപയോഗിക്കില്ലേ, ആ അക്ഷരമാണിത്, ജിയുട്ട്. അപ്പോൾ ജിൻച എന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, ആദ്യം ജായും പിന്നെ ഛ എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഈ അക്ഷരം ജ ആയിട്ടും ഛ ആയിട്ടും ഉപയോഗിക്കുന്ന അക്ഷരമാണ് ചിയൂട്ട്. ചിയൂട്ട് എന്നുള്ളതിൻ്റെ ഈ ഛ എന്ന് പറഞ്ഞാൽ നമ്മൾ ചഷം അഥവാ മത്സ്യം എന്നുള്ള സമയത്ത് ഒരു ഛ ഉപയോഗിക്കില്ലേ, ആ ഛ ആണ് ഈ ഛ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബച്ചിമിൽ വരുമ്പോൾ ഇതിൻ്റെ ശബ്ദം ട് ആയി മാറുന്നതാണ്. ഖിയുക്. ഖിയുക്. ഈ 3 രീതിയിലാണ് ഖിയുക് നമ്മൾ എഴുതുക. അപ്പോൾ ഇത് 2 കാ ചേർന്ന ശബ്ദം ക. ഖിയുട്ട്. ഇത് യഥാർത്ഥത്തിൽ 8 ശബ്ദം വരുന്ന ഒക്കെ പോലെ തന്നെ യഥാർത്ഥത്തിൽ ട് ശബ്ദം വരുന്നത് ബച്ചിമിലും ട് ശബ്ദം തന്നെയാണ്. അപ്പോൾ ബച്ചിമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാ, ജ അല്ലെങ്കിൽ യഥാർത്ഥ ട ഇതൊക്കെ വന്നാൽ നമ്മൾ ട് എന്ന ശബ്ദമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. പിയുപ്. ഇത് പിജ എന്നൊക്കെ പറയുമ്പോൾ യൂസ് ചെയ്യുന്ന അക്ഷരമാണ്. പാജി. പാജി എന്ന് പറഞ്ഞാൽ പാൻസ് ആണ്. അപ്പോൾ പാജി എന്നൊക്കെ പറയുമ്പോൾ യൂസ് ചെയ്യുന്ന അക്ഷരമാണിത് പിയുപ്. അപ്പോൾ വേറെ ബച്ചിമിൽ ടീന്ന് പ്രൊണൗൺസ് ചെയ്യുന്ന വേറൊരു അക്ഷരമാണ് ഹ. ഹിയുട്ട്. ഇത് ഹ എന്ന് തന്നെയാണ്. ആദ്യം വന്നാലും രണ്ടാമത് വന്നാലും ഹ തന്നെയാണ്. പക്ഷെ ബച്ചിമിൽ വന്നാൽ മാത്രം ഹിയുട്ട് ട് എന്നുള്ള സൗണ്ട് അവിടെ ഉപയോഗിക്കും. അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങൾ പെട്ടെന്ന് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് ഗ ന് ദ ല് അങ്ങനെയാണ് അത് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വ്യഞ്ജനാക്ഷരമായ ആ ചേർക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാട്ട് പോലെ അത് പഠിക്കാൻ സാധിക്കും. നമ്മൾ കുട്ടിയിൽ ABCD ഒക്കെ പാട്ടായിട്ട് പഠിച്ചിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ ആ എന്നുള്ള അക്ഷരം ഈ
സ്വരാക്ഷരങ്ങളുടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വളരെ എളുപ്പത്തിൽ ഇത് പഠിച്ച് തീർക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഞാൻ വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെ മെമ്മറൈസ് ചെയ്യാം എന്നുള്ള എപ്പിസോഡുമായി വരുന്നതാണ്. അതുവരേക്കും അന്യോങ് താമേ വായോ.